പിള്ളയാർപ്പെട്ടി വിനായക നഗർ ടെമ്പിൾ. ഇതൊരു റോക്ക് കട്ട് ടെമ്പിളാണ്. ശിവഗംഗ ഡിസ്ട്രിക്റ്റിൽ തിരുപ്പത്തൂർ താലൂക്കിൽ പിള്ളയാർപ്പെട്ടി ദേശത്ത് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മധുരയിൽ നിന്ന് 75 കിലോമീറ്റർ, കാരക്കുടിയിൽ നിന്ന് 15 കിലോമീറ്റർ. കാരക്കുടി ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലേക്കും പോകാനുള്ള ഒരു സെൻട്രൽ പോയിന്റ് തന്നെയാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്നത് 6 മണി തൊട്ട് 1 മണി വരെ, വൈകുന്നേരം 4:30 തൊട്ട് 8:30 വരെയാണ് ഈ ക്ഷേത്രം ഓപ്പൺ ചെയ്യുന്നത്. ദേവത കർപ്പക വിനായകനാണ്, ദേശീയ വിനായകൻ എന്നും പറയാറുണ്ട്. ഗണപതിക്ക് നല്ല 6 അടി ഉയരമുണ്ട്. ഗണപതിക്ക് വിഗ്രഹം നമുക്ക് പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ഭാഷയിൽ പട്ടി വരുമ്പോൾ വേറെ. അപ്പോൾ പിള്ളയാർപ്പെട്ടി എന്നാണ് സ്ഥലത്തിന് പേര്. ഇതൊരു ശിവൻ കോയിലാണ്. ஆனால் இங்கே മുഖ്യത്വം വിനായകനാണ്. ഒരു ശിവക്ഷേത്രമാണ്. എന്നാൽ പിന്നെ ഗണപതിക്കാണ് ഇവിടെ പ്രധാനം. നമ്മുടെ തിരുവനന്തപുരത്തും കൊട്ടാരക്കരയുണ്ടല്ലോ, അതുപോലെ ഗണപതിക്കാണ് ഇവിടെ പ്രധാനം. ഗുഹാക്ഷേത്രമാണ്. ഒരു ചെറിയ കുന്നാണ്, ഒരു മലയങ്ങോട്ട് കൊത്തി വിഗ്രഹം, ഗണപതിയുടെ വിഗ്രഹം പ്രതിഷ്ഠയല്ല. ഒരു 12 അടി ഉയരത്തുള്ള വലിയ ഗണപതി, അതിനെ അന്ന് കൊത്തി വെച്ചിരിക്കണം. ഒരു മലയെ കൊത്തി വെച്ചിരിക്കണം. ഗുഹാക്ഷേത്രം. ഇത് மலையை அப்படியே கொத்தி அப்படி குறைஞ்சி விக்கிரமாக பண்ணியிருக்கிறாங்க. பிரதிஷ்டை கிடையாது. பிரதிஷ்டை எல்லாம் அந்த அந்த மரத்தில் மலையை அப்படியே செதுக்கி விக்கிரமாக பண்ணியிருக்காங்க. അപ്പോൾ ഗുഹാക്ഷേത്രമാണ്. ഗണപതിയാണ് പ്രധാനം. 2 കൊടിമരമുള്ള ക്ഷേത്രം. വടക്ക് നോക്കിയാണ് ഇവിടെ ഉള്ള ഗണപതി. ബാക്കി എല്ലാ ഭാഗത്തും കിഴക്ക് നോക്കിയായിരിക്കും ഗണപതി. ഇവിടെ വടക്ക് നോക്കിയുള്ള ഗണപതിയാണ്, കിഴക്ക് നോക്കിയുള്ള ശിവൻ. അപ്പോൾ 2 കൊടിമരമുള്ള ക്ഷേത്രമാണ്. നമുക്ക് അകത്ത് കയറി തൊഴുത് വെക്കാം. ക്ഷേത്രത്തിൽ വിനായക ഭഗവാന് കുറേ പ്രത്യേകതകളുണ്ട്. സാധാരണ ഭഗവാന് 4 കൈകളാണ്, പക്ഷേ പിള്ളയാർപ്പെട്ടിയിൽ 2 കൈകളാണ്. മോദകം വലത് കൈയിലാണ് പിടിക്കുന്നത്, പക്ഷേ ഇവിടെ ഇടത്ത് കൈയിലാണ് പിടിക്കുന്നത്. സാധാരണയായി വലത്ത് കൊമ്പാണ് ഭഗവാന്റെ ഒടിഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇടത്ത് കൊമ്പാണ് ഒടിഞ്ഞിരിക്കുന്നത്. പിള്ളയാർപ്പെട്ടിയിൽ വിനായകരുടെ തുമ്പിക്കൈ വലത്തോട്ടാണ്. ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള വിഘ്നങ്ങൾ മാറുകയും സമ്പത്ത് വർദ്ധിക്കുകയും നമ്മുടെ തൊഴിലിലെ നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. ഏറ്റവും സമ്പന്നമായ വ്യാപാര സമൂഹങ്ങളിലൊന്നായ നാട്ടുകോട്ടയ ചെട്ടിയാരുടെ തറവാട്ട് ക്ഷേത്രമാണ് ഇത്. ചെട്ടിയാർ രാജവംശത്തിൻ്റെ 9 പൂർവിക ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ക്ഷേത്ര ചുമരുകളിൽ 11-ാം നൂറ്റാണ്ടിലെയും 13-ാം നൂറ്റാണ്ടിലെയും ശിലാലിഖിതങ്ങളുണ്ട്. 3-ാം നൂറ്റാണ്ടിലെയും 4-ാം നൂറ്റാണ്ടിലെയും ഉണ്ട്. നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല ക്ഷേത്രം എന്നാണ് ഉണ്ടായതെന്ന്. തമിഴ് മാസമായ വൈകാശിയിലെ ബ്രഹ്മോത്സവം കേമമായി ആഘോഷിക്കുന്നു.